വെൽക്കം ടു സിനിമോസഫി. ജീവിതം, മരണം, ആഫ്റ്റർ ലൈഫ് ഈ മൂന്ന് ഐഡിയകളെ ബേസ് ചെയ്താണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഈമായവ്, ജല്ലിക്കെട്ട്, ചുരുളി എന്നീ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഒരർത്ഥത്തിൽ ഈ മൂന്ന് സിനിമകളും ഒരു ട്രിലോജിയാണ്. അത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. തന്റേതായ ശൈലിയിൽ അല്ലെങ്കിൽ തന്റേതായ വഴിയിൽ സിനിമ നിർമ്മിക്കുന്ന ഡയറക്ടർ. സിനിമ എന്ന കലയെ കേവലം കച്ചവടച്ചരക്കായി കാണാതെ സിനിമയെ സിനിമയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന കലാകാരൻ. ചെയ്ത എല്ലാ സിനിമകളും വ്യത്യസ്തങ്ങളായ ജോണർ. എന്നാൽ ഈ സിനിമകൾ എല്ലാം തന്നെ മലയാളത്തിൽ ആദ്യം. അതാണ് ലിജോയെ മറ്റു സംവിധായകരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഘടകവും. ലിജോയുടെ ഈമായവ്, ജല്ലിക്കെട്ട്, ചുരുളി ഈ മൂന്ന് സിനിമകളും തമ്മിൽ ഒരു ഫിലോസഫിക്കൽ ബന്ധമുണ്ട്. ജീവിതം, മരണം, ആഫ്റ്റർ ലൈഫ് അഥവാ നരകം എന്നീ മൂന്ന് ഐഡിയകളിൽ നിന്നാണ് ഈ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ സിനിമകളെ കുറിച്ചാണ്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ജല്ലിക്കെട്ട് ജീവിതത്തെക്കുറിച്ച് പറയുന്ന സിനിമയാണ്. കേവലം മനുഷ്യജീവിതം എന്ന് പറയുന്നതിലുപരി മനുഷ്യകുലം അതിജീവിച്ചു വന്ന ടോട്ടൽ ജീവിതക്രമത്തിന്റെ ദൃശ്യഭാഷയാണ് ജല്ലിക്കെട്ട്. മറ്റൊരർത്ഥത്തിൽ മനുഷ്യന്റെ മൊത്തത്തിലുള്ള ചരിത്രമാണ് സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. സംസ്കാര ചിത്തരായിട്ടുള്ള ആധുനിക മനുഷ്യനിൽ നിന്ന് ഗുഹാമനുഷ്യനിലേക്കുള്ള സഞ്ചാരമാണ് ജല്ലിക്കെട്ട്. പോത്ത് വിരണ്ടോടുന്നതുവരെയുള്ള സീനുകളിലൂടെ ആധുനിക മനുഷ്യ സമൂഹത്തിന്റെ ജീവിതക്രമമാണ് ലിജോ വരച്ചിടുന്നത്. അവിടെ അച്ചടക്കമുള്ള, കൃത്യതയുള്ള, സിസ്റ്റമുള്ള ഒരു സമൂഹത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ പോത്ത് വിരണ്ടോടിയതിനു ശേഷം അധികാരം കൈയാളുന്ന കയോട്ടിക് ആയിട്ടുള്ള ഒരു കൂട്ടം മാത്രമായാണ് മനുഷ്യനെ ലിജോ കാണിക്കുന്നത്. അവിടെ സിസ്റ്റമോ അധികാര സ്ഥാപനങ്ങളോ ഇല്ല. പോലീസ് ജീപ്പ് കത്തിക്കുന്നതോടെ ഈ കാര്യം ലിജോ വ്യക്തമാക്കുന്നുണ്ട്. പോത്തിനെ കൊടുക്കാൻ ആവശ്യമായ കമ്പിവേലി, റബ്ബർ ഷീറ്റ്, ഇന്ധനം ഇതെല്ലാം ഈ കൂട്ടം കൈക്കലാക്കുന്നത് അനുവാദമില്ലാതെ ആൾക്കൂട്ടത്തിന്റെ അധികാരബലത്തിലാണ്. സാമൂഹിക പരിണാമത്തിന്റെ ആദ്യകാലങ്ങളിൽ മൃഗസമാനമായി ഒരു കൂട്ടം മാത്രമായി ജീവിച്ച മനുഷ്യന്റെ ചരിത്രത്തെ കുറിക്കുന്നതാണ് സിനിമയിലെ ഈ ഭാഗം. രണ്ട് കാലിൽ ഓടുന്നുണ്ടെങ്കിലും അവന്മാര് മൃഗം എന്ന് ഒരു കഥാപാത്രം പറയുന്നത് ഈ അവസരത്തിലാണ്. മുറിപ്പെട്ട പോത്ത് പാടത്തെ ചേറിലേക്ക് ഇറങ്ങുന്നത് മുതൽ സിനിമ അവസാനിക്കുന്നത് വരെയുള്ള ഭാഗം മനുഷ്യന്റെ ജീവചരിത്രത്തിന്റെ ആദ്യ ഭാഗങ്ങളെ കുറിക്കുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും മനുഷ്യ ചരിത്രം പൂർണ്ണമായി ശിലായുഗത്തിലേക്ക് എത്തുന്നു. ഇവിടെ കൂട്ടമില്ല. ഞാനും ഞാനല്ലാത്തവരും എന്ന ഈഗോ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മെറ്റഫറിക്കലായ ദൃശ്യങ്ങളിലൂടെയാണ് സംവിധായകൻ ഈ ചരിത്രം പറയുന്നത്. ഞാനല്ലാത്ത ഏതൊരാളും ശത്രുവോ തനിക്ക് അവകാശപ്പെട്ടതെന്ന് അവൻ വിശ്വസിക്കുന്ന ഒന്ന് തട്ടിയൊടുക്കാൻ വന്നവനോ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ എന്ന ഈഗോ സ്വയമേ അക്രമോത്സുകമാണ്. വയലൻസിന്റെ മാരക മെറ്റഫോറിക്കൽ വിഷ്വൽസിലൂടെയാണ് ലിജോ ഞാൻ എന്ന ഈഗോക്ക് അടിവരയിടുന്നത്. അതുവരെ കൂട്ടം കൂട്ടമായി സഞ്ചരിച്ചവർ അവിടെ മുതൽ തനിച്ചാണ് സഞ്ചരിക്കുന്നത്. ഈ ഭാഗത്ത് ഭാഷ അപ്രത്യക്ഷമാകുന്നു. അലർച്ചയും മുരൾച്ചയും മാത്രമായി ഭാഷ പുറകോട്ട് സഞ്ചരിക്കുന്നു. മനുഷ്യൻ ശിലായുഗത്തിലേക്ക് തിരികെ പോകുകയാണ്. നാഗരികരായ ഒരു സമൂഹത്തിൽ നിന്ന് പിറകിലേക്ക് കഥ പറയുന്ന രീതിയിലാണ് സിനിമയുടെ ആഖ്യാനം. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടു കഴിയുമ്പോൾ ഗോത്രമനുഷ്യനിൽ നിന്ന് നമ്മൾ ശരിക്കും പുരോഗതി പ്രാപിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ബാക്കിയാകും. ജല്ലിക്കെട്ട് പറയുന്ന മനുഷ്യന്റെ ജീവചരിത്രം ഇതാണ്. മരണത്തെക്കുറിച്ചാണ് ഈമായവ് പറയുന്നത്. മരണം ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയായാണ് ലിജോ അവതരിപ്പിക്കുന്നത്. കഥയിൽ മരണം സംഭവിക്കുന്നത് നായകന്റെ പിതാവിനാണെങ്കിലും സിനിമയുടെ സബ് ടെക്സ്റ്റിൽ മരണം സംഭവിക്കുന്നത് നായക കഥാപാത്രത്തിനാണ്. സമൂഹം, മതം, ആചാരം തുടങ്ങി അനേകം നൂലാമാലകളിൽ കെട്ടിപ്പിണഞ്ഞാണ് അയാൾ മരിക്കുന്നത്. പിതാവിന്റെ അവസാനാഗ്രഹമായ ഗ്രാൻഡായിട്ടുള്ള ശവമടക്കിനു വേണ്ടി തനിക്കാവുന്നതെല്ലാം ചെയ്യുന്ന മകന്റെ മാനസികാവസ്ഥയിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. പല തടസ്സങ്ങളും അയാൾ നേരിടുന്നുണ്ട്. അവസാനം ഒരു മകൻ, ഒരു സാമൂഹിക ജീവി എന്ന നിലകളിലെല്ലാമുള്ള അയാളുടെ മരണമാണ് സംഭവിക്കുന്നത്. ലിജോ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് മതം എന്ന സാമൂഹിക സ്ഥാപനത്തെയാണ്. നായകൻ പൊരുതുന്നതും ആ സ്ഥാപനത്തിന്റെ അധികാര കേന്ദ്രമായ പള്ളിയോടും അച്ഛനോടുമാണ്. മരണത്തെ ഒരു ഗൗരവകരമായ സംഗതിയായല്ല ലിജോ അവതരിപ്പിക്കുന്നത്, മറിച്ച് അപ്സൈഡായ ഒരു റിയാലിറ്റി ആയിട്ടാണ്. അതായത് മരണം ജീവിതത്തിന്റെ അർത്ഥശൂന്യതയെ വെളിവാക്കുന്നുവെന്ന അപ്സൈഡിസ്റ്റ് തിയറിയുടെ ടേക്കാണ് ഈ മായവിലൂടെ ലിജോ മുന്നോട്ട് വെക്കുന്നത്. ചുരുളി പ്രതിനിധീകരിക്കുന്നത് ആഫ്റ്റർ ലൈഫിനെയാണ്. ചുരുളി സാങ്കേതികപരമായും ഫിലോസഫിക്കലായും വളരെ മികച്ചൊരു സിനിമയാണ്. എന്നാൽ അതിലെ തെറിവിളികളുടെ പേരിൽ മാത്രമാണ് ആ സിനിമ അധികം ചർച്ച ചെയ്യപ്പെട്ടത്. തെറിവിളി ആ സിനിമയിലെ അനേകം ലെയറുകളിൽ ഒരു ലെയർ മാത്രമാണ്. തെറിവിളി എന്ന ആദ്യ ലെയറിൽ തങ്ങി നിൽക്കുന്നവരാണ് അധിക പേരും. എന്നാൽ തെറിവിളിയെ കവച്ചുവെച്ച് നിങ്ങൾക്ക്
മുന്നോട്ടു പോകാൻ കഴിയുകയാണെങ്കിൽ സമാനതകളില്ലാത്ത ഒരു സിനിമാനുഭവം തന്നെയാണ് ചുരുളി. അബ്നോർമാലിറ്റിയും മിസ്റ്ററിയും നിറഞ്ഞ അത്തരമൊരു സാഹചര്യം സെറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു ടൂൾ മാത്രമാണ് തെറിവിളി. അല്ലെങ്കിൽ മാരകമായ രക്തച്ചൊരിച്ചിലോ മറ്റോ സെറ്റ് ചെയ്യേണ്ടി വരും. അതിലും നല്ലത് തെറിവിളിയാണെന്നാണ് തോന്നുന്നത്. ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നതിലുപരി ചുരുളിയെ നരകം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഉചിതം. മാടന്റെ കഥ പറഞ്ഞാണ് സിനിമ തുടങ്ങുന്നത്. പണ്ടൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മിത്തിക്കൽ കഥാപാത്രമാണ് മാടൻ. പൊട്ടിയെന്നും ചില നാടുകളിൽ പറയാറുണ്ട്. നട്ടുച്ചക്ക് ഒറ്റക്കിറങ്ങുന്നവരെ പൊട്ടി വഴിതെറ്റിക്കുമെന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട്. ഈ മിത്തിക്കൽ കഥാപാത്രത്തെ ഉപയോഗിച്ചാണ് സിനിമ ടൈം ലൂപ്പ് എന്ന സയൻസ് ഫിക്ഷൻ ആശയത്തെ അവതരിപ്പിക്കുന്നത്. സിനിമ ടൈം ലൂപ്പ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല. ഏലിയൻ, ടൈം സ്പൈറൽ തുടങ്ങി മറ്റനേകം ആശയങ്ങളും സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇതൊന്നുമല്ല. സിനിമയുടെ ഫിലോസഫിയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. നരകമെന്ന ആശയത്തെ മുൻനിർത്തിയാണ് ചുരുളി നിർമ്മിച്ചിട്ടുള്ളത്. ടൈം ലൂപ്പും ടൈം സ്പൈറലുമെല്ലാം ഇതാണ് സൂചിപ്പിക്കുന്നത്. അന്ത്യമില്ലാതെ നരകത്തിൽ വസിക്കുന്നവരാണ് നരകവാസികൾ എന്നാണ് എല്ലാ മതങ്ങളും പറയുന്നത്. ചുരുളിയിലുള്ളവരും ലൂപ്പിൽപ്പെട്ടവരാണ്. അന്ത്യമില്ലാതെ അവർ അവിടെ വസിക്കും. തെറിവിളി പോലും നരകത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജല്ലിക്കെട്ടിലെ അവസാന ഭാഗത്തുള്ള കാടത്തം ഇവിടെ അന്ത്യമില്ലാതെ ശിക്ഷയായി മാറുന്നു. ഇനി ഈ 3 സിനിമകളെയും പൊളിറ്റിക്കൽ ആംഗിളിൽ നിന്ന് ഒന്ന് നോക്കാം. മനുഷ്യന്റെ തനതായ വാസനയെക്കുറിച്ചാണ് ലിജോ അധിക സിനിമകളിലും സംസാരിക്കാറുള്ളത്. അതായത് പോലീസ്, സ്റ്റേറ്റ്, മതം, സർക്കാർ തുടങ്ങി നിരവധി സാമൂഹിക സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം മനുഷ്യന്റെ സുഗമമായ ജീവിതത്തിനു വേണ്ടി നിർമ്മിച്ചു പോന്നിട്ടുള്ളവയാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത മനുഷ്യൻ, അല്ലെങ്കിൽ ഇതിനെയൊന്നും കൂസാത്ത മനുഷ്യൻ എങ്ങനെയായിരിക്കും എന്നതാണ് ലിജോ ഈ 3 സിനിമകളിലൂടെയും സംസാരിക്കുന്നത്. അതിനു മുൻപുള്ള പല സിനിമകളിലും ചെറുതായി പരാമർശിച്ചു പോന്ന പല ആശയങ്ങളും ശക്തമായി ചർച്ച ചെയ്ത സിനിമകളാണ് ഈമായവ്, ജല്ലിക്കെട്ട്, ചുരുളി എന്നീ സിനിമകൾ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ 3 സിനിമകളും ഒന്ന് മറ്റൊന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കഥ വ്യത്യസ്തമാണെങ്കിലും ചർച്ച ചെയ്യുന്ന ഫിലോസഫിയും പൊളിറ്റിക്സും തുടർച്ചയോ അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതോ ആണ്. ഈ നിരയിലെ ആദ്യ സിനിമയായ ഈമായവ് മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ സിനിമയിൽ ലിജോ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് മതം എന്ന സാമൂഹിക സ്ഥാപനത്തെയാണ്. അടുത്ത സിനിമയായ ജല്ലിക്കെട്ട് പറയുന്നത് ഈമായവ് പറഞ്ഞ ആശയത്തിന്റെ തുടർച്ചയാണ്. സ്റ്റേറ്റ് എന്ന സ്ഥാപനത്തിന്റെ അഭാവത്തിൽ മനുഷ്യൻ എങ്ങനെ പെരുമാറുന്നുവെന്നാണ് ഈ സിനിമയിലൂടെ ലിജോ അന്വേഷിച്ചത്. ജല്ലിക്കെട്ടിന്റെ തുടർച്ച തന്നെയാണ് ചുരുളിയും. സ്റ്റേറ്റ് ഇല്ലാത്ത ഒരവസ്ഥയാണ് ജല്ലിക്കെട്ട് കാണിച്ചതെങ്കിൽ സ്റ്റേറ്റിന്റെ ഭാഗമായവർ സ്റ്റേറ്റ് ഇല്ലാത്തൊരിടത്ത് എത്തിപ്പെട്ടാൽ എങ്ങനെ പെരുമാറുന്നുവെന്നാണ് ചുരുളിയിലൂടെ ലിജോ അന്വേഷിക്കുന്നത്. നിറയെ കുറ്റവാളികളുള്ള ഒരിടം. സ്റ്റേറ്റ് കൽപ്പിച്ചു നൽകുന്ന ഒരു നിയമവും അവിടെയില്ല. സ്റ്റേറ്റിന്റെ കണ്ണിലെ ഒരു തെറ്റും അവിടെ തെറ്റല്ല. അതാണ് ചുരുളി. അവിടെ എത്തപ്പെടുന്ന സ്റ്റേറ്റിന്റെ ഭാഗമായ 2 പേർ. അവർ അവിടെ നിയമം നടപ്പാക്കുമോ അതോ അവരിൽ ഒരാളാവുമോ? മനുഷ്യൻ എന്തിനൊക്കെയാണ് ഭയപ്പെടുന്നത് എന്നാണ് ചുരുളി അന്വേഷിക്കുന്നത്. മേൽപ്പറഞ്ഞ 3 സിനിമകളിലും തുടർച്ചയായി വരുന്നത് മനുഷ്യന്റെ വന്യതയാണ്. ഈമായവിൽ അതിന്റെ ഗ്രാഫ് വളരെ കുറവാണെങ്കിൽ ചുരുളി എത്തുമ്പോൾ അതിന്റെ ഒപ്റ്റിമം ലെവലിൽ എത്തുന്നുണ്ട്. മനുഷ്യനെക്കുറിച്ചുള്ള ലിജോയുടെ അന്വേഷണമാണ് ഈ 3 സിനിമകളും. ജീവിതം, മരണം, നരകം എന്നീ 3 ആശയങ്ങളിൽ ഈ 3 സിനിമകളെ ഒതുക്കാൻ കഴിയില്ല. എങ്കിലും വെറുതെ ഒന്ന് ശ്രമിച്ചെന്ന് മാത്രം. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും ലിജോയുടെ സിനിമകളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോസും കണ്ടു നോക്കുക. നന്ദി.